Hi everyone, this is Ebin Say from Evika. ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസുമാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ടെലിഗ്രാമിലും നിങ്ങൾ ഫോളോ ചെയ്യുന്നതിൽ എന്തായാലും ഫോളോ ചെയ്യുക. നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17.5.1 എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേറ്റ് നേരത്തെ റിലീസായ iOS 17.5 കുറേയധികം ബഗ്ഗുകൾ ഫിക്സ് ചെയ്യാനായിട്ടുള്ള വലിയ പ്രശ്നം, അതായത് ഫോട്ടോ ഒക്കെ തിരിച്ചു വരുന്ന ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി iOS 17.5.1 എന്ന പുതിയ അപ്ഡേഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും കുറച്ചധികം പ്രശ്നങ്ങൾ കേട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇനി ആപ്പിൾ iOS 17.6 ആ ഒരു മാറ്റത്തിലായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അതേപോലെ 17.6 പുതിയ ബേറ്റാസോ ഒന്നും വന്നിട്ടില്ല. ജൂൺ 10 ആയിരിക്കും നമ്മുടെ iOS 18 ബേറ്റ 1 നമുക്ക് കാണാൻ പോകുന്നത്. ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ വിഷൻ പ്രോ ഇനി ഈ വരുന്ന 2024 അവസാനത്തോടെ 9 പുതിയ കൺട്രീസിലേക്ക് ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ US മാത്രമാണ്, പക്ഷേ ഈ പറഞ്ഞ 9 കൺട്രീസിൽ കാനഡ അങ്ങനെ കുറേയധികം കൺട്രീസിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആപ്പിൾ പ്രതീക്ഷിച്ച ആ ഒരു സെയിൽസ് വരുമെന്നാണ് ആപ്പിൾ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ആൻഡ് വിഷൻ പ്രോവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ആപ്പിൾ ടി വിയിൽ ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ പ്രോ അല്ലെങ്കിൽ ആപ്പിൾ ടി വിയുടെ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ NBA ബാസ്കറ്റ്ബോൾ, അമേരിക്കയിലൊക്കെയുള്ള ആ ഒരു ബാസ്കറ്റ്ബോളും അതുപോലെ കുറേ ഗെയിംസും നമുക്ക് ഇമേഴ്സീവായിട്ട് കാണാൻ പറ്റും. കുറേയധികം മൂവീസ്, സെലക്റ്റഡായ കുറേ മൂവീസ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആയിട്ട്, അതായത് നമ്മുടെ ഈ പറഞ്ഞ സറൗണ്ടിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, അതേപോലെ ഫീൽ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ ആപ്പിളിൻ്റെ വിഷൻ പ്രോയിൽ ആപ്പിൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കാനഡയിലുള്ള കൂട്ടുകാർക്കാണ് അടുത്തൊരു സന്തോഷ വാർത്ത. ഇപ്പോൾ ആപ്പിളിൽ ടാപ്പ് ആൻഡ് പേ ഈ പറയുന്ന കാനഡയിൽ അവൈലബിൾ ആണ്. നോർത്തേൺ കാനഡ സൈഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് കാനഡയിൽ ഈ പറഞ്ഞ ടാപ്പ് ആൻഡ് പേ എന്ന് വെച്ചാൽ, യൂഷ്വലി ഈ പറഞ്ഞ ആപ്പിൾ വാച്ച് ടു ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ ഐഫോൺ നമ്മുടെ ഈ പറഞ്ഞ മർച്ചൻഡൈസിൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഓൾറെഡി പേ ചെയ്യുന്നുണ്ടല്ലോ ആപ്പിൾ പേ എന്ന് വെച്ചാൽ, ഇത് ആ ഒരു ഓപ്ഷനല്ല. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു സെല്ലറാണ്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു കടയിട്ടുണ്ട്. ആ കടയിൽ എനിക്ക് ATM മെഷീനോ അല്ലെങ്കിൽ സ്വൈപ്പ് മെഷീനോ അല്ലെങ്കിൽ QR കോഡോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഐഫോൺ കൊടുത്തുകൊണ്ട് അവർക്ക് കാർഡ് വെക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഐഫോണാണ് അവിടെ ഒരു സെല്ലറിൻ്റെ മർച്ചൻഡൈസിൻ്റെ ഒരു എന്താ പറയുക പോയിൻ്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് എടുക്കുന്ന ആ ഒരു ഡിവൈസായിട്ട് ആക്ട് ചെയ്യുന്നത് ഐഫോണാണ്. സോ ഐഫോൺ ഞാൻ വെക്കുന്നു, ആ ഐഫോണിൻ്റെ പൊക്കത്തേക്ക് ആപ്പിൾ കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും ആ ഒരു സെലക്റ്റഡായ കാർഡ്സ് വെക്കുകയാണെങ്കിൽ പേയ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ പറ്റും. സോ എനിക്ക് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാനൊരു സാധനം വിൽക്കുമ്പോൾ ആ ഒരു ഐഫോണാണ് അവിടെ ആ ഒരു എന്താ പറയുക ഗേറ്റ് വേ ആയിട്ട്, ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഗേറ്റ് വേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ ടാപ്പ് ആൻഡ് പേ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ ആപ്പിൾ പേ അല്ല ജസ്റ്റ് നമ്മുടെ വാച്ചിൽ നോക്കുന്നതോ അല്ലെങ്കിൽ ഐഫോണിൽ നോക്കുന്നതല്ല. ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാശ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നോർത്തേൺ സൈഡ് ഓഫ് കാനഡയിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ നോർത്തേൺ സൈഡ് ഓഫ് കാനഡയിലാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാനഡയിലുള്ള കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ 2025 അതായത് മിഡ് ഓഫ് 2025 AirTag 2nd ജനറേഷൻ റിലീസാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രിസൈസ് ലൊക്കേഷൻ ആയിരിക്കും. നമ്മൾ ആ ഒരു വ്യക്തി എവിടെയാണോ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റും കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഈ പറയുന്ന AirTag 2nd ജനറേഷനിൽ കൊടുക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ നമുക്കറിയാം സ്റ്റോക്കിങ്ങും അതേപോലെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനത്തെ കുറേ ഇഷ്യൂസും കുറേ സെലിബ്രിറ്റീസിന് സ്റ്റോക്ക് ചെയ്യുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ട്രാക്കേഴ്സിനുണ്ട്. സോ അൺനോൺ ട്രാക്കർ വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫൈൻഡിങ്, അതായത് എൻ്റെ അടുത്ത് എൻ്റെ അല്ലാതെ വേറൊരാളുടെ ട്രാക്കർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും അതെനിക്ക് അറിയാനും ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ള ടെക്നോളജിയും ഈ പറഞ്ഞ UI അല്ലെങ്കിൽ U3 ബാൻഡിലൊക്കെ വെച്ചുകൊണ്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മുടെ iOS 17.5 നമുക്ക് ഈ പറഞ്ഞ അൺനോൺ ട്രാക്കേഴ്സ് വേഗം കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ, അതായത് ഒരു സമയം എടുക്കും നമ്മുടെ ഫോൺ ഈ പറഞ്ഞ അൺനോൺ ട്രാക്കറായിട്ട് അല്ലെങ്കിൽ എൻ്റെ അല്ലാത്ത
ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ. പക്ഷേ iOS 17.5 അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഈ പറഞ്ഞ അൺനോൺ ട്രാക്കേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആക്കിയിട്ടായിരിക്കും ഈ പറഞ്ഞ AirTag 2nd ജനറേഷൻ നമുക്ക് വരാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസ് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് കേരളത്തിലുള്ള കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുള്ള കൂട്ടുകാർക്ക് ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. സോ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. 2 വീലേഴ്സ് ആണെങ്കിലും 4 വീലേഴ്സ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ എന്തായാലും നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. കാരണം സ്ലിപ്പറിയും ക്ലൈമറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ നോക്കിയിരിപ്പുണ്ടാവും. സോ കെയർഫുള്ളായിട്ട് എല്ലാം ചെയ്യുക. ഡ്രൈവ് ചെയ്യുമ്പോഴും സേഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, എത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ചെയ്യുക. കാരണം മഴയും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ടെൻഷനായിരിക്കും. വീട്ടിലുള്ള ആൾക്കാർക്കും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ടെൻഷൻ വരുത്താതിരിക്കാൻ നോക്കുക. സോ സ്റ്റേ സേഫ്. അടിപൊളിയായിട്ട് നടക്കട്ടെ എല്ലാ കാര്യങ്ങളും. സൺഡേ ആണ്, എല്ലാ കാര്യങ്ങളും ഞെരിപ്പടങ്ങി നടക്കട്ടെ. സോ നമ്മുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിനും ടെലിഗ്രാമിനും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്തായാലും ഫോളോ ചെയ്യുക. അതേപോലെ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നോക്കുക. മലയാളത്തിൽ നിങ്ങൾക്ക് ആപ്പിൾ ന്യൂസുകൾ വായിക്കാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Bin Xavier signing from Evika.